step by step, with their pure discipline, determination and dedication, പുറകിൽ നിന്ന് അവർ മുന്നിലേക്ക് കുതിച്ചു കയറും, ഒന്നാം സ്ഥാനത്തെത്തും. They are the real champions. ജീവിതത്തിൽ പതറരുത്, അതുപോലെ തന്നെ പരീക്ഷയിലും. പ്രസന്നമായ മനസ്സാണ് പരീക്ഷാ വിജയത്തിൻ്റെ ആത്മാവ്. സന്തോഷത്തോടെ എപ്രകാരം പരീക്ഷ എഴുതാം എന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ബോർഡ് പരീക്ഷയ്ക്കായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അസൂയ, താരതമ്യപ്പെടുത്തൽ, അഹങ്കാരം എന്നിവ ഒഴിവാക്കി സ്നേഹവും ആത്മവിശ്വാസവും എളിമയുമുള്ള മനോഭാവം മനസ്സിൽ സൂക്ഷിക്കുക. എല്ലാ കൂട്ടുകാർക്കും മികച്ച വിജയം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങാൻ മറക്കരുത്. കൃതജ്ഞതയുടെ മനോഭാവം വളർത്തണം. അനധ്യാപകരോടും സഹായിച്ച എല്ലാവരോടും പ്രാർത്ഥിക്കണമെന്ന് പറയണം. പ്രോത്സാഹിപ്പിക്കുന്നവരുമായി മാത്രം സംസാരിക്കുക. പ്രസന്നമായ സാഹചര്യങ്ങളിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലെ സംഘർഷം ഒഴിവാക്കുവാൻ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷ കഴിഞ്ഞുറങ്ങാം എന്ന് ചിന്തിച്ച് പരീക്ഷയുടെ തലേദിവസം ഉറക്കം കളയരുത്. പരീക്ഷ അടുത്തു വരുമ്പോൾ റിവിഷന് കൂടുതൽ പ്രാധാന്യം നൽകണം. പരീക്ഷാ ദിവസങ്ങളിൽ പഠിക്കാത്ത ഭാഗങ്ങളും അപ്രധാനമായ ഭാഗങ്ങളും ഒഴിവാക്കുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുവാനും മതിയായ വെള്ളം കുടിക്കുവാനും മറക്കരുത്. മനസ്സിൽ സംഘർഷം തോന്നുമ്പോൾ കുറച്ച് സമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ബ്രീത്തിങ് എക്സർസൈസ് മനസ്സിൻ്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും. അധ്യാപകരോടും മാതാപിതാക്കളോടും എല്ലാം തുറന്നു പറയാൻ മടിക്കരുത്. സന്തോഷകരമായ മനസ്സ് പരീക്ഷയെ സന്തോഷകരമാക്കി മാറ്റും. പരീക്ഷ മനസ്സിനെ നിയന്ത്രിക്കരുത്, മറിച്ച് മനസ്സ് പരീക്ഷയെ നിയന്ത്രിക്കണം.